മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മാപ്പിളപ്പാട്ട് പാടിയിട്ടുള്ളത് മാർക്കോസ് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? അതെ അതെ. ഒരു അവാർഡും അതിനായിട്ട് കിട്ടിയിട്ടില്ലേ? അതെ, കോഴിക്കോട് വെച്ച് കേരള മാപ്പിള സോങ് ലവേഴ്സ് അസോസിയേഷൻ്റെ ഒരു അവാർഡും അവരുടെ ഒരു ആദരിക്കൽ ചടങ്ങും നടന്നിരുന്നു. ആണ് അല്ലേ? അപ്പം ഒരു മാപ്പിളപ്പാട്ടായാലോ? പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പൂരിശയേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ് പൂമകൾ ഫാത്തിമ. പാരിലെ നാരിമാർ ആകയിൽ മാതൃക, പാരിലെ നാരിമാർ ആകയിൽ മാതൃക. പൂവിയാൾ ഹാഷിം പൂമകൾ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. തീൻവിളി കേട്ട് ജ്വാലയായി ഫാത്തിമ. ധീരതയാലെ ശോഭിതം ഫാത്തിമ. തീൻവിളി കേട്ട് ജ്വാലയായി ഫാത്തിമ. ധീരതയാലെ ശോഭിതം ഫാത്തിമ. തൂതരെ തൂമൊഴിക്കുത്തരം ഫാത്തിമ. ദാനമായി ജീവിതം നൽകിയ ഫാത്തിമ. ആകെയും ലോകം വാഴ്ത്തിടും ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ. പൂമകൾ ഫാത്തിമ, പൂമകൾ ഫാത്തിമ, പൂമകൾ ഫാത്തിമ. മാർക്കോസ്, ഈ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളിൽ ജെറി അമൽദേവ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാളത്തിലെ... അതെ, അദ്ദേഹം എനിക്ക് തോന്നുന്നത് അമേരിക്കയിലെ റിസർച്ചൊക്കെ നടത്തി വന്നതിന് ശേഷം മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു പുതിയ സംഗീത സംവിധായകൻ എന്ന നിലയിൽ വന്ന് ചെയ്ത വളരെ വ്യത്യസ്തമായിട്ടുള്ള, അന്ന് വളരെയധികം എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. ഏതോ വസന്തവനിയിൽ കിനാവായി വിരിഞ്ഞു നീ. പനിനീരിലെൻ്റെ ഹൃദയം നിലാവായി അലിഞ്ഞു പോ. ഏതോ വസന്തവനിയിൽ കിനാവായി വിരിഞ്ഞു നീ. പനിനീരിലെൻ്റെ ഹൃദയം നിലാവായി അലിഞ്ഞു പോ. അതുപോലുമിനി നിന്നിൽ വിഷാദം പകർന്നുവോ. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ പറയൂ നീ ഇളം പൂവേ. മിഴിയോരം നനഞ്ഞൊഴുകും മുകിൽ മാ